ഹലോ, നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാനും അതിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താനും പറ്റിയ ഒരു മാർക്കറ്റിംഗ് രീതിയെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും, മുഴുവനായിട്ട് കാണാം. കണ്ടൻറ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ടൻറ് മാർക്കറ്റിംഗ് പലരും ഇഗ്നോർ ചെയ്യണ ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ, കാണാൻ, അതുപോലെ തന്നെ വായിക്കാൻ ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയാണ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എഴുതലാവാം, അതുപോലെ തന്നെ വീഡിയോയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയോയിലൂടെ ആയിരിക്കാം. എങ്ങനെയാണോ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണോ അവർക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് അവരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതിയാണ്. നമുക്കിത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. പ്രത്യേകിച്ച് വീഡിയോ കണ്ടൻറ്റുകൾ. ഒരു കാലഘട്ടത്തിൽ ബ്ലോഗ്സ് ആയിരുന്നു, അതായത് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളതിൽ ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം എഴുതും. അപ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അത് വായിക്കും. അതിൻ്റെ എൻഡിൽ നമ്മളൊരു കോൾ ടു ആക്ഷൻ കൊടുക്കും, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ. നമ്മൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള കോൾ ടു ആക്ഷൻ കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ബ്ലോഗിൻ്റെ ഒരു കാലഘട്ടം മാറി വീഡിയോയിലേക്ക് കൂടുതൽ കൺസംഷൻ വീഡിയോയിലേക്ക് വന്നു. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡെല്ലാം കൂടിയോടുകൂടി എല്ലാവരും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് വീഡിയോസാണ്. ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് സാധിക്കും. ഈ കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടൻറ് മാർക്കറ്റിങ് ₹1 പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാം, പെയ്ഡായിട്ടും ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണതിന് നമ്മൾ സാധാരണ ഓർഗാനിക് എന്നാണ് പറയാറ്. ഓർഗാനിക് കണ്ടൻറ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ അതിനൊരു ഉദാഹരണമാണ്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരാശയം മനസ്സിലുണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും, എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു 2 മാസം താമസം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആശയം കിട്ടി, നിങ്ങളെ ഉറപ്പിച്ചു, ഇതിലേക്ക് തന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് വിചാരിക്കണം. ആ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ആ ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ആരാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ഇറക്കിയാലും നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, ഇത് അധികം വാങ്ങാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സാധ്യത. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റാണ് നിങ്ങൾ ഇറക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അധിക സമയവും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18-നും 35-നൊക്കെ ഇടയ്ക്ക് പ്രായം വരുന്നവരായിരിക്കും. കൂടുതലായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും, യുവാക്കളായിരിക്കും അധിക സമയം. അപ്പോൾ ആരാണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളൊരു ഏകദേശ ധാരണ നമ്മളുടെ മനസ്സിൽ വേണം. ഇത് കൃത്യമാണോ എന്ന് ഞാൻ പറയണില്ല. ചില സമയത്ത് നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച വിഭാഗം കസ്റ്റമേഴ്സ് എല്ലായിരിക്കും വാങ്ങിക്കുക, വേറെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലുള്ളവരായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടല്ല, നിങ്ങൾ ആ ഇൻഡസ്ട്രീനെ പറ്റി പറയുന്നു. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചിലവർ മാർക്കറ്റിൽ പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ, കളറുകൾ, പ്രിസർവേറ്റീവ്സ് ഇതെല്ലാം ഉപയോഗിച്ച് പല പ്രൊഡക്റ്റുകളും ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നിട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം ആർട്ടിഫിഷ്യൽ കളറുകൾ, അതുപോലെ തന്നെ ഈ പ്രിസർവേറ്റീവ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? പ്രിസർവേറ്റീവ്സൊക്കെ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ ഞാൻ കഴിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നം വരുമെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യല്ല, കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക. കാരണം അവർ നിങ്ങളുടെ പ്രൊഡക്റ്റിലല്ലായിരിക്കും ഇനീഷ്യലി അട്രാക്റ്റഡ് ആവാം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിലായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റുകൾ അവർ കണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു സെയിൽസ്മാൻ അല്ല. കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളവിടെ ഒരു എഡ്യൂക്കേറ്ററാണ്, സെയിൽസ്മാൻ അല്ല. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേ മെത്തേഡ് തന്നെ ഏറെക്കുറെ എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് ചെയ്യാം. നമ്മളൊരു എക്സ്പെർട്ടിനെ പോലെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഹോം ഇൻറ്റീരിയറിൻ്റെ എന്തെങ്കിലും ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എവിടെയാണ് ടേബിൾ ലാമ്പ് വെക്കേണ്ടത്? ഒരു ടേബിൾ ലാമ്പ് വെച്ചാൽ മതി, അത് 2 വെക്കണം? ഇപ്പോൾ ഒരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യാൻ നേരത്ത്
ഒരു സൈഡിൽ നമ്മൾ ടേബിൾ ലാമ്പ് വെക്കും, വേറൊരു സൈഡിൽ വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ നമ്മൾ കൊടുക്കുക. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർവീസ്മാനെ പോലെ നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അത്തരം കണ്ടൻറ്റുകൾ ഇപ്പോൾ യൂട്യൂബിലാവട്ടെ മറ്റ് പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 4 മാസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത കണ്ടൻ്റ് ആയിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 4 മാസം മുമ്പാണ് ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. അത് കണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഹോം ഇൻറ്റീരിയറിൻ്റെ ആണെങ്കിൽ ആളുകൾ വീട് പണിയും. തീർച്ചയായിട്ടും വീട് പണി ഇന്നത്തോടുകൂടി നിൽക്കുന്ന ഒരു സംഗതിയല്ല. വരും കാലഘട്ടങ്ങളിൽ ആളുകൾ വീട് പണിതുകൊണ്ടിരിക്കും. അവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ടേബിൾ ലാമ്പ് എവിടെ വെക്കണം, എന്ത് കളർ ബെഡ്റൂമിൽ അടിക്കണം, വൈറ്റ് അടിക്കണോ മഞ്ഞ അടിക്കണോ, ഏത് തരത്തിലുള്ള ലാംപ്സ് യൂസ് ചെയ്യണം, സീലിംഗ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം വരുന്ന പുതിയ കസ്റ്റമേഴ്സിനും ഉണ്ടാവും. ഇത് കസ്റ്റമേഴ്സ് ഇതിനെപ്പറ്റി പഠിക്കണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എപ്പോഴാണോ ആ പ്രോബ്ലം വരുന്നത് ആ സമയത്തായിരിക്കും കസ്റ്റമേഴ്സ് ഇതിനെപ്പറ്റി പഠിക്കുക. ഇപ്പോൾ വീട് പണിയണ ടൈം ആകുമ്പോഴായിരിക്കും വീടിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയിട്ട് ഒരാൾ പഠിക്കുക. അതല്ലാതെ വെറുതെ വീട് പണിയാത്ത സമയത്ത് ഒരാൾ വെറുതെ ഇരുന്ന് ഹോം ഇൻറ്റീരിയർ വീഡിയോ കാണേണ്ട കാര്യമില്ല. വീട് പണിയുമായി ബന്ധപ്പെട്ട സമയത്തായിരിക്കും. എന്തെങ്കിലും ഒരു രോഗമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വേദന തുടങ്ങി ഡോക്ടർ പറയും ഇനി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു പ്രോബ്ലം വരാൻ നേരത്തെ അവരപ്പോൾ കയറി സെർച്ച് ചെയ്ത് തുടങ്ങും ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ വീട് പണി ചെയ്യുന്ന ആൾ ഏതൊക്കെയാണ്, യൂട്യൂബിൽ ആരൊക്കെയാണ് ഇങ്ങനെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ആരാണ്, ഫേസ്ബുക്കിൽ ആരാണ്, ഇവരിത് സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ചിലപ്പോൾ ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തത് 1 വർഷം മുമ്പായിരിക്കാം, 6 മാസം മുമ്പായിരിക്കാം. സ്റ്റിൽ ആ കണ്ടൻറ്റ് കിടന്ന് റൺ ചെയ്യണതുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വരെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ക്ലിനിക്കിൽ പോയി, അവിടെ ഒരു ഡോക്ടർ നമുക്കൊരു ഗുളിക എഴുതി തന്നു. അവർക്ക് തന്നെ ഒരു ഫാർമസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാർമസിയിൽ നിന്നേ നമ്മൾ വാങ്ങുള്ളൂ. അവിടെ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങാൻ സാധ്യതയുള്ളൂ. ഇതേപോലെ തന്നെ ആ ഒരു ഡോക്ടറെ പോലെ തന്നെ നമ്മൾ ആ ഒരു മേഖലയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ, പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആ കസ്റ്റമേഴ്സ് ആ കണ്ടൻറ്റ് ഇത് കാണുന്ന ആളുകൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം നമ്മളവിടെ ഒരു എഡ്യൂക്കേറ്ററാണ്. ഇതാണ് കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഗുണം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി പിന്നെ പെയ്ഡായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു ഓർഗാനിക് കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ, ഒരു ഇൻസ്റ്റഗ്രാം കണ്ടൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസണൊന്നും ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. എന്തോ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അവർ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമാക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ 5 സെക്കൻഡിൽ ഞാൻ എന്താണ് പറഞ്ഞത്, ഇപ്പോൾ ഒരു റീൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് നോക്കിയിട്ട് ആ സെയിം സംഗതി തന്നെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ആളുകളിലേക്ക് പരസ്യം എത്തിക്കാനായിട്ട് സാധിക്കും. ഈ കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ സ്ക്രീൻ ടൈമിൻ്റെ അധിക സമയവും ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ അധികവും സ്പെൻഡ് ചെയ്യണത്. പല ആപ്പുകളും അവൈലബിൾ ആണ്. ചില ഫോണുകളിലൊക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് ഇത്ര മണിക്കൂർ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ആപ്സിലാണ് കൂടുതൽ ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അധിക സമയവും അധിക ആളുകളുടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലവരുടെ ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ചിലവരുടെ ഫേസ്ബുക്ക് ആയിരിക്കാം, ചിലവരുടെ യൂട്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്സ് ആയിരിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ധാരാളം ചെറുകിട സംരംഭകർ ഇത് ചെയ്യുന്നുണ്ട് നിലവിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ചെറിയൊരു ഷോപ്പ് നിങ്ങൾ ഇട്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു സിറ്റിയിൽ ഒരു ഷോപ്പ് ഇട്ടു. നമുക്ക് അധിക സമയം കസ്റ്റമേഴ്സിനെ കിട്ടുക ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെയാണെങ്കിൽ ആ പരിസരത്തുള്ള കസ്റ്റമേഴ്സിനെ മാത്രമേ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കേരളം മൊത്തം വ്യാപിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അതല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഷോപ്പിലിരുന്നു കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് ആയിരിക്കാം നല്ല രീതിയിൽ റീച്ച് വരെയും ധാരാളം വ്യൂസ് വരെയും. ഈവൻ പ്രവാസികൾ പോലും, അതായത് അവർ നാട്ടിലില്ല പക്ഷേ അവരുടെ വീട്ടിലേക്ക് അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാമല്ലോ. എനിക്ക് ധാരാളം ഓർഡറുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പ്രവാസ ലോകത്തുള്ള ആളുകൾ ഒരിക്കലും ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നമ്മളുടെ സിറ്റിയിൽ വന്ന് ഇത് കാണാനൊന്നും, അവർ പല പല സ്ഥലങ്ങളിൽ സ്പ്രെഡായി കിടക്കുകയാണ്. എല്ലാവരുടെയും അറ്റൻഷൻ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് നമുക്ക് ധാരാളം ഓർഡറുകൾ വന്നത്.
പണ്ട് കാലത്ത് അതല്ല. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ അവർക്ക് അവിടെ ഇരുന്ന് കാണാൻ സാധിക്കും. ആ പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവർ അഡ്രസ്സ് തന്ന് നമുക്ക് ആ കൊറിയർ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. പണ്ട് ഇത് നടക്കില്ലായിരുന്നു. ഇതാണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ചെറിയൊരു ഷോപ്പുള്ള ഒരാൾക്ക് പോലും ധാരാളം ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിനെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണരുത്. കണ്ടന്റ് മാർക്കറ്റിംഗ് അധിക പേരും ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്ക സമയത്ത് നമുക്ക് വലിയ ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ കസ്റ്റമേഴ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറകെ നടന്ന് വെറുതെ സമയം കളയണ്ട എന്ന് കരുതി അവർ അത് ഒഴിവാക്കും. ഇങ്ങനെയാണ് അധിക സംരംഭകരും ചിന്തിക്കുന്നത്. അവിടെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം, മൊത്തത്തിൽ എന്തൊക്കെയാണ് ആ ഒരു മേഖലേനെ പറ്റി എല്ലാ ദിവസവും വന്നിരുന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളിതൊക്കെ വാങ്ങണമെന്ന് പറയല്ല. വാല്യുബിൾ ആയിട്ടുള്ള അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇപ്പോൾ വ്യായാമം ചെയ്തില്ല എങ്ങനെ വ്യായാമം ചെയ്യണം നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഏതൊക്കെ ബേസിക് എക്സസൈസുകളുണ്ട്, എന്തൊക്കെ ഫുഡ് കഴിക്കണം, നിങ്ങളുടെ അടുത്ത് വല്ല സപ്ലിമെൻറ്റ്സും ഉണ്ടോ അവർക്ക് കൊടുക്കാൻ പറ്റുക എങ്കിൽ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ. കണ്ടന്റ് മാർക്കറ്റിംഗ് പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകൾക്ക് കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു മോഡേൺ ചാനൽ തന്നെയാണ്. അധിക പേരും ഇത് യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് തന്നെ അധിക പേരും ചിന്തിക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം വലിയൊരു കോമ്പറ്റീഷൻ ഒഴിവായിപ്പോയി. ചുരുക്കം ആളുകൾ മാത്രമാണ് അതിലൊരു പെർസിസ്റ്റൻസ് കൊണ്ടുവരുള്ളൂ. അത് തുടർച്ചയായിട്ട് അത് ഗിവ് അപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ ഒരു 1-2 മാസം കഴിയാൻ നേരത്തെ അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലൊരു ആശയം വരുമ്പോൾ തന്നെ നിങ്ങൾ ആ കണ്ടന്റ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടേ ഇല്ല, പക്ഷേ നമ്മൾ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമുണ്ട്. നമ്മളുടെ ആ പ്രൊഡക്റ്റ് കയ്യിലെത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ബിസിനസ് ഒന്ന് സെറ്റപ്പായി വരുമ്പോഴത്തേക്കും 2 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ട്രാക്ഷൻ കിട്ടി തുടങ്ങും, കുറച്ച് വ്യൂസ് വന്നു തുടങ്ങും, പലരും എൻക്വയറി ചെയ്ത് തുടങ്ങും. അതിലൂടെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ആ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ ഒതുങ്ങിക്കൂടാതെ കേരളം എന്ന് പറഞ്ഞാൽ വലിയൊരു സംസ്ഥാനമാണ്. 3.5 കോടി സംതിങ് ജനങ്ങളുണ്ട്. അതിൽ ഒരുപാട് വിഭാഗം കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇതേ കണ്ടന്റ് മാർക്കറ്റിംഗ് പോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും അതിന് കുറച്ച് നെഗറ്റീവ് പറഞ്ഞ് അതൊന്നും വർക്കൗട്ട് ആവില്ല. അത് ചെയ്യുന്ന ആളുകൾക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട്, വർക്കൗട്ട് ആവുന്നവരുണ്ട്. എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്, ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പോകില്ല. പിന്നെ ചിലർ പറയണ ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനൊന്നും നേരമില്ല, ബിസിനസ്സിന് അതല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, എനിക്കിതേപോലെ കണ്ടൻ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല. നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഹൗസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യാലോ. നിങ്ങൾ ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനേ പറഞ്ഞോളൂ. നിങ്ങൾ പേഴ്സണലി ചെയ്യണമെന്ന് പറയണില്ല. നിങ്ങൾക്കൊരു ഇൻഹൗസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിലവിലുള്ള എംപ്ലോയീസിനൊന്നും അതിനുള്ള കഴിവില്ല, അവരൊന്നും അത് ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാലോ. അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ അവരോട് പറയാം ഞങ്ങളുടെ ഒരു കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു പുതിയ രീതി ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്, അത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ക്യാമറ ഫേസ് ചെയ്ത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ അവരോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ചെറിയൊരു ഇൻഹൗസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. എത്രയോ സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷനാണ്. എക്സ്ക്യൂസുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ യൂട്ടിലൈസ് ചെയ്യാം, മാർക്കറ്റിംഗ് രീതികളെ യൂട്ടിലൈസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ബിസിനസ് വളരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് അല്ല, പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒഴുകാൻ നേരത്താണ് സ്റ്റഡി ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, കൺസിസ്റ്റൻറ്റ് ഫ്ലോ ആയിരിക്കണം. തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് നമ്മളുടെ റവന്യൂ ഡബിൾ ആവുന്നത്, അതിനനുസരിച്ച് നമ്മുടെ വരുമാനം ഡബിൾ ആവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.